ജോർജ് ജോസഫ്, ഈ കേസ് എന്താണ് ഒന്ന് ഇനി അറിയാത്ത പ്രേക്ഷകർക്കായി കൂടി വേണം ചുരുക്കി പറയാം. അത് കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് കൊല്ലം സ്വദേശിയായ ഒരു കശുവണ്ടി വ്യവസായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെടുന്നു. കച്ചവട പ്രശ്നം ഉണ്ടാകുന്നു. ഏതോ വഴിയിൽ വ്യാപാരിക്കെതിരെ ഒരു ED കേസ് ഉണ്ടാകുന്നു. പിന്നെ നമുക്കറിയാലോ ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ ഹറാസ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഈ തമനം സ്വദേശിയായ വിൽസൺ എന്നൊരാൾ ഓൺ എ ഫൈൻ ഡേ പൊട്ടി വീഴുന്നു. അയാൾ ഈ വ്യാപാരിയെ സമീപിക്കുന്നു. 2 കോടി കൊടുത്താൽ ED കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നതായിരുന്നു വിൽസന്റെ വാഗ്ദാനം. 50 ലക്ഷം വീതം 4 തവണയായി കേരളത്തിന് പുറത്തുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഇടണം. 2 ലക്ഷം പണമായി വേണം. പനമ്പിള്ളി നഗറിൽ ഈ പണം കൈമാറുമ്പോൾ വിജിലൻസ് പിടികൂടി. വിൽസനെ ചോദ്യം ചെയ്യുമ്പോഴാണ് വർഷങ്ങളായി കൊച്ചിയിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശി മുരളി എന്നൊരാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നറിയാൻ കഴിയുന്നു. അയാളെ പിടികൂടുന്നു. കൊല്ലത്തെ വ്യാപാരിക്കെതിരെയുള്ള ED കേസുള്ള കാര്യം തമ്മനത്തെ വിൽസൺ എങ്ങനെ അറിയുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ജോർജ് ജോസഫ്, ഇത് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ദീർഘനാളായി തുടരുന്ന ഒരു വ്യവഹാരം അല്ലെങ്കിൽ ഒരു ഇടപാട്. അതിലൊരെണ്ണം ഒരു കേസ് കൊടുത്തത് മാത്രം പിടിക്കപ്പെടുന്നു എന്നല്ലേ കരുതേണ്ടത് ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, ഇത് എന്തായാലും ഇതിനകത്ത് ഈടിക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ആള് വിൽസൺ ആദ്യം ഇയാളുടെ അടുത്ത് സമീപിക്കുമ്പം പറഞ്ഞു, 1 വർഷം മുമ്പ് നിങ്ങൾക്കൊരു സമൻസ് കിട്ടി. ഇദ്ദേഹം വിദേശത്തും മറ്റും ചിലവാക്കിയത് ധാരാളം പൈസ ചിലവാക്കി. അതെല്ലാം കള്ളക്കണക്കാണ്. അന്ന് മുതലുള്ള എന്ന് പറഞ്ഞാൽ 4-5 വർഷം മുമ്പുള്ള മുഴുവൻ വിദേശത്തും ഇവിടെയും ചിലവാക്കിയതിൻ്റെ ബില്ലിൻ്റെ കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞു വരട്ടി. അദ്ദേഹത്തിന് 1 വർഷം മുമ്പ് ഒരു സമൻസ് കിട്ടിയിരുന്നു. അതിനുശേഷം പിന്നെ നടപടി അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, നിങ്ങൾക്ക് പുതിയൊരു സമൻസ് വേണമെങ്കിൽ അയക്കാം. അവിടെയാണ് ഈ കേസിൻ്റെ തിരിവ് വരുന്നത്. അങ്ങനെ അയക്കാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇയാൾക്ക് സമൻസ് കിട്ടി, 14-ാം തീയതി. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഏജൻറ്റിന് അയക്കാൻ പറ്റുക? അപ്പോൾ അവിടെ ഒരു റാപ്പോർട്ട് ഉണ്ടല്ലോ, ആ ED ഓഫീസിലുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടുന്ന് സമൻസ് ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. 2 കോടി ചോദിച്ചത് ബോംബെയിലുള്ള ആക്സിസ് ബാങ്കിൻ്റെ അവിടെ ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ അയക്കണം 4 ഇൻസ്റ്റാൾമെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ആ കൊല്ലംകാരന് മനസ്സിലായി ഇത് നടക്കില്ലോ എന്ന് അറിയത്തില്ലല്ലോ. 2 കോടി പുള്ളിക്ക് കൊടുക്കാനും ഇപ്പോൾ സാമ്പത്തികം ഉണ്ടോ എന്ന് അറിയത്തില്ല. പുള്ളിക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഏതായാലും അയാൾ പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുക്ക്. വിൽസൺ പറഞ്ഞ് 2 ലക്ഷം രൂപ, പിന്നെ ഒരു 50,000 രൂപ ഒരു അക്കൗണ്ടിൽ കൂടി ഇട്, ബാക്കി മുതലാളി 50 ലക്ഷം വെച്ചിട്ട് ആക്സിസ് ബാങ്ക് ബോംബെ അക്കൗണ്ടിൽ അയക്കണം. അങ്ങനെയാണ് ഇദ്ദേഹം വിജിലൻസിനെ അറിയിക്കുന്നത്. വിജിലൻസ് അതിൽ പക്ക ഒരു ക്ലാസിക് ട്രാപ്പ് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ശശിധരൻ SP ആണ്, എൻ്റെ സ്റ്റുഡൻ്റാണെന്ന് തോന്നുന്നു. നല്ല ക്ലാസിക് ആയിട്ടുള്ള കുറേ കേസുകൾ അടുത്ത ദിവസം നമ്മൾ പിടിച്ചത് കണ്ടല്ലോ. തൃശ്ശൂരെ മോട്ടോർ വെഹിക്കിൾ 2 ഇൻസ്പെക്ടർമാർ, എറണാകുളത്തെ ഒരു കേസ്. അപ്പോൾ നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലേക്കാണ് പോകുന്നത്.